പൃഥ്വിരാജ് ചവാൻ ആണെങ്കിൽ നിലവിൽ വിവാദ പുരുഷനായിട്ട് നിൽക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് വരുന്നത്. കാരണം സമനില തെറ്റിയൊരു അവസ്ഥയാണെന്നാണ് തോന്നുന്നത്. കാരണം പൃഥ്വിരാജ് ചവാനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേതാവ് വളരെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഫസ്റ്റ് ഡേയിൽ തന്നെ ഇന്ത്യ പരാജയപ്പെട്ടു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയൊക്കെ ആത്മവീര്യം ചോർത്തുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് പൃഥ്വിരാജ് ചവാൻ നടത്തിയിരിക്കുന്നത്. അതായത് ഒരു കറക്റ്റായിട്ട് ഒരു ടാസ്കിങ് എന്നുള്ള രീതിയിൽ പലതരത്തിലും എങ്ങനെയെങ്കിലും ഇവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമങ്ങൾ കോൺഗ്രസും മറ്റ് അന്താരാഷ്ട്ര ലോബിയും എല്ലാം ചേർന്ന് സോറോസൊക്കെ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ലോബിയുമായി ചേർന്ന് നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ബംഗ്ലാദേശിലെ വിഷയങ്ങൾ നമുക്കറിയാം, അതുകൂടാതെ തന്നെ ട്രംപിൻ്റെ നിലപാടുകൾ. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എപ്പോഴും ജാഗരൂകരായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പിലുള്ളത്. പക്ഷേ ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ അത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും പോസിറ്റീവായുള്ളൊരു കാര്യം.